മനുഷ്യൻ തെരഞ്ഞെടുത്തതുണ്ട്. എന്നാൽ മനുഷ്യന്റെ തെരഞ്ഞെടുപ്പിനപ്പുറത്ത് ദൈവവുമായിട്ടുള്ള സമാധാനത്തിലേക്ക് മനുഷ്യൻ എത്തിച്ചേരുമ്പോൾ അവന് ശാശ്വതമായ സമാധാനം പ്രാപിക്കുവാൻ കഴിയും. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഈ ലോകത്തിന്റെ വഴികളിലൂടെ യാത്ര ചെയ്ത് സമാധാനം പ്രാപിക്കുവാൻ കഴിയാതെ നിരാശയുടെ അനുഭവത്തിലായിരിക്കുന്നുവെങ്കിൽ നിന്നെ സഹായിക്കുവാൻ, നിനക്ക് സമാധാനം നിന്റെ ജീവിതത്തിലേക്ക് നൽകി തരുവാൻ ഈ കർത്താവായ യേശു മുഖാന്തരം സാധിക്കും. അതിന്റെ കാരണം പാപത്തിന്റെ പരിഹാരം വരുത്തിയവൻ യേശുവാണ്. യേശുവിലൂടെയുള്ള സമാധാനം ദൈവം മനുഷ്യർക്ക് പകർന്നു നൽകി. ആ സമാധാനം ലോകത്തിന് എടുത്തു കളയാൻ കഴിയാത്ത സമാധാനമാണ്. ലോകത്തിന് നമുക്ക് തരാനും കഴിയുകയില്ല. ലോകത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന സമാധാനങ്ങളൊക്കെ നൈമിഷികമാണ്. അത് ഈ ലോകം കൊണ്ട് അല്പസമയം കൊണ്ട് അവസാനിക്കും. എന്നാൽ ദൈവമായ കർത്താവ് നൽകി തരുന്ന സമാധാനം നിത്യമാണ്. ആ നിത്യമായ സമാധാനത്തിലേക്ക് ഇന്ന് പകൽ നിങ്ങളുടെ ജീവിതത്തെ കൂട്ടിക്കൊണ്ടുപോകുവാൻ നിങ്ങൾക്ക് മനസ്സുണ്ടെങ്കിൽ യേശുവുമായിട്ട് നിങ്ങൾക്ക് ദൈവവുമായിട്ടുള്ള സമാധാനത്തിലേക്ക് കടന്നു വരുവാൻ കഴിയും. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെയും പിന്നെയും ഒന്നാക്കി ചേർക്കേണ്ടതിനായിട്ടാണ് യേശു ക്രിസ്തു ഈ ലോകത്തിലേക്ക് കടന്നു വന്നത്. അവൻ വേർപാടിന്റെ നടിച്ചുവരനെ ഇടിച്ചു കളഞ്ഞു. ദൈവവും മനുഷ്യനുമായിട്ടുള്ള ആ ശത്രുത്വം ഇല്ലാതാക്കുവാൻ തക്കവണ്ണം ദൈവമായ കർത്താവ് തന്റെ ജീവനെ മറുവിലയായി കൊടുത്തു. യേശു ക്രിസ്തുവിന്റെ അടിപ്പിണരുകളാൽ നിങ്ങൾക്ക് സമാധാനമുണ്ട്, നിങ്ങൾക്ക് സൗഖ്യമുണ്ട്. പ്രിയരെ, ഇതൊരു കെട്ടുകഥയല്ല. ഇതെല്ലാം ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾ അനുഭവിച്ചവരാണ്. ഇന്നും അനേകര് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരാണ്. നീ നിരാശയുടെ അനുഭവത്തിൽ, അസമാധാനത്തിൽ നിന്റെ ജീവിതം ഈ ലോകം കൊണ്ട് അവസാനിപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഏതെങ്കിലും വ്യക്തികളാണോ? നിങ്ങൾ ഒരുപക്ഷെ അധ്വാനിച്ച് പലതും നേടിയെടുക്കാമെന്ന് വിചാരിച്ചിട്ട് നിരാശയുടെ അനുഭവത്തിൽ നിങ്ങൾ ജീവിതം അവസാനിപ്പിക്കുവാനായി ശ്രമിക്കുന്ന ഒരു വ്യക്തിയാണോ? നിന്നെ സഹായിക്കുവാൻ, നിന്നെ സ്നേഹിക്കുവാൻ, നിന്നെ കരുതുവാൻ, നിന്റെ ജീവനെ മറുവിലയായി കൊടുത്ത ഒരു യേശുവുണ്ട്. അവൻ നിനക്ക് പരിഹാരകനായി ക്രിസ്തു മരിച്ചത് കൊണ്ട് നീ മരിക്കേണ്ട ആവശ്യമില്ല. നിന്റെ മരണം കൊണ്ട് ഒരു ലാഭവുമില്ല. പ്രിയ സ്നേഹിത, സഹോദര, നിന്റെ കുടുംബത്തിന് വേണ്ടി നീ അധ്വാനിക്കുമ്പോൾ ഒരു കാര്യം നീ മനസ്സിലാക്കണം. നിന്റെ ജീവിതത്തിൽ യേശു ക്രിസ്തുവായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾ അധ്വാനിക്കുന്നുവെങ്കിൽ യേശു നിന്റെ ജീവിതത്തെ മനോഹരമാക്കി തീർക്കും. ദൈവമായ കർത്താവിന്റെ വചനം പറയുന്നു, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും എന്റെ അരികിൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാമെന്ന്. ആശ്വാസം ഈ ലോകത്തിൽ നിന്ന് കണ്ടെത്തുവാൻ കഴിയാതെ വണ്ണം ഈ ലോകം ആശ്വാസത്തിൽ നിന്ന് അകലെയായിരിക്കുന്നു. എന്നാൽ ദൈവമായിട്ടുള്ള സമാധാനത്തിലേക്ക് നിങ്ങൾ മടങ്ങി വരുമ്പോൾ നിങ്ങളുടെ ജീവിതം സമാധാനപൂർണമായി തീരും. നിങ്ങളുടെ ജീവിതം സൗഖ്യപൂർണമായി തീരും. നിങ്ങളുടെ ജീവിതത്തിന് നിരാശകൾ മാറും. നിങ്ങളുടെ അസമാധാനത്തിന് പരിഹാരമായി തീരും. പ്രിയ സ്നേഹിത, സഹോദര, ഞങ്ങൾ ഓരോരുത്തരും ഈ ലോകത്തിൽ ജീവിച്ച് ഈ നിരാശയിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ശ്രമിച്ച സ്ഥാനത്താണ് യേശു ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വന്നത്. ഞാൻ എന്റെ ജീവിതത്തിൽ സമാധാനമില്ലാതെ ഇരുന്ന സാഹചര്യത്തിൽ ഈ ലോകത്തിൽ അവസാനിപ്പിച്ച് കളയാമെന്ന് തീരുമാനിച്ച സ്ഥാനത്ത് യേശുവിന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്ന സമാധാനം എനിക്ക് നൽകി തന്നു. അതുകൊണ്ട് പ്രിയ സ്നേഹിത, സഹോദര, ഒരു വിഷക്കുപ്പി കൊണ്ട് ഒരു മുഴം കയറിലോ നിന്റെ ജീവിതം അവസാനിപ്പിക്കേണ്ട ആവശ്യമില്ല. നിന്റെ കുടുംബ ജീവിതം താറുമാറായെങ്കിൽ അതിനെ പണിയുവാൻ എന്റെ യേശുവിന്റെ കരത്തിൽ ഒന്ന് കൊടുക്കാമോ? ദൈവവചനം പറയുന്നു, യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുക, എന്നാൽ നീ നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കുമെന്ന്. കുടുംബം രക്ഷ പ്രാപിക്കുവാൻ ഒരു വഴി ദൈവം നിനക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. സ്നേഹിത, നിന്റെ അധ്വാനം, നീ നിരാശയിൽ നീ ഒറ്റയ്ക്ക് അധ്വാനിച്ച് ഒന്നും നിനക്ക് നേടുവാൻ കഴിഞ്ഞില്ലെങ്കിൽ നീ യേശുവായിട്ടൊന്ന് കൂട്ടുപിടിച്ച് നിന്റെ അധ്വാനത്തെ അവന്റെ കരത്തിലൂടെ ഒന്ന് കൊടുത്താൽ നിന്റെ അധ്വാനത്തിന്റെ ഫലം ആ ദൈവം നിനക്ക് നൽകി തരും. സഹോദരി, നീ ഒരുപക്ഷെ വിചാരിക്കും നിന്റെ വിവാഹ പങ്കാളി നിനക്ക് സമാധാനം തരുമെന്ന്. പ്രിയ മാതാവേ, നീ ഒരുപക്ഷെ വിചാരിക്കും നീ പോറ്റി പുലർത്തിയ മക്കൾ നിനക്ക് സമാധാനവും സൗഖ്യവും അവർ നിങ്ങൾക്ക് ആശ്വാസമായി തീരുമെന്ന്. എന്നാൽ എത്രയോ സംഭവങ്ങൾ നമ്മൾ ഇന്ന് ദിനപത്രങ്ങളിലൂടെ, വാർത്താ മാധ്യമങ്ങളിലൂടെ ഒക്കെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവരൊക്കെയും മാതാപിതാക്കളാൽ
കുഞ്ഞുങ്ങളാൽ ഒക്കെയും അവരുടെ ജീവിതം അവസാനിപ്പിക്കേണ്ട ഗതികേടിലെത്തിയിരിക്കുന്നു. അതിന്റെയൊക്കെയും യഥാർത്ഥമായ കാരണം പാപമാണ്. ദൈവമായിട്ട് സമാധാനമില്ലാത്തതിന്റെ കാരണമാണ്. അതിന്റെ കാരണം എന്ന് പറഞ്ഞാൽ ഈ ലോകത്തിൽ ദൈവമെന്ന് വിചാരിച്ചുകൊണ്ട് നാം ഈ കടന്നു പോകുന്ന വഴികളൊന്നും ദൈവത്തിന്റെ വഴികളല്ല എന്നുള്ളതാണ് യഥാർത്ഥ സത്യം. ദൈവമായ കർത്താവിന്റെ വചനത്തിൽ നാം മനസ്സിലാക്കുന്നത് അത്യുന്നതനായ ദൈവം സ്വർഗത്തിനും ഭൂമിക്കും നാഥനാകൊണ്ട് താൻ എല്ലാവർക്കും ജീവനും ശ്വാസവും നൽകുന്നവനാകെ കൊണ്ട് മാനുഷികമായ കൈകൾ കൊണ്ട് ഒന്നും ആവശ്യമില്ല. അതൊന്നും കൊടുത്ത് നമുക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. ദൈവത്തിന് അതൊന്നും ആവശ്യമില്ല. ദൈവമാണ് ഇതെല്ലാം നമുക്ക് നൽകി തന്നത്. ആ ദൈവത്തിന് എന്തെങ്കിലും കൊടുത്ത് നമുക്ക് പ്രസാദിപ്പിക്കുവാൻ കഴിയുകയില്ല. ഈ ലോകത്തിലെ സകല സ്വർണങ്ങളും ദൈവത്തിന് കൊടുത്താൽ ദൈവത്തിന് പ്രസാദമാകുകയില്ല. എന്താണ് കാരണം? അതെല്ലാം ദൈവത്തിൻ്റെതാണ്. ആ ദൈവത്തിന്റെ വക നമ്മ കൊടുത്ത് അവനെ പ്രസാദിപ്പിക്കുവാൻ കഴിയത്തില്ല. എന്നാൽ ഇന്ന് പകൽ ഞാൻ വിളിച്ചു പറയുന്നു, നിന്റെ ഹൃദയം നീ ദൈവത്തിനായി കൊടുത്താൽ ദൈവം നിന്നിൽ പ്രസാദിക്കും. ഈ അഖിലാണ്ടത്തിന്റെ ഉടയവനായ ദൈവം, സകലത്തിന്റെ സൃഷ്ടികർത്താവായ ദൈവം, ഈ ലോകവും പ്രപഞ്ചവും സൃഷ്ടിച്ച ദൈവം, നാഥനായ ദൈവം ഏതെങ്കിലും കൈപ്പണിയായുള്ളതിൽ വാസം ചെയ്യുന്നില്ല. എന്നാൽ അവൻ വാസം ചെയ്യുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും മുഷ്ടി ചുരുട്ടിയാൽ എത്ര വലിപ്പമുണ്ടോ അത്ര വലിപ്പമുള്ള നിന്റെ ഹൃദയത്തിൽ അവൻ വാസം ചെയ്യുവാൻ ആഗ്രഹിക്കുന്നു. ദൈവവചനം പറയുന്നു, ഞാൻ നിന്റെ വാതിൽ നിന്ന് മുട്ടുന്നു, ആരെങ്കിലും എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറന്നാൽ ഞാൻ അവനോടും അവനോടും കൂടി അത്താഴം കഴിക്കുമെന്ന്. നീ കടന്നുവാ, യേശുവിലേക്ക് കടന്നുവാ. യേശു നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. പ്രിയ സ്നേഹിത സഹോദര, പ്രിയ കുഞ്ഞേ, നിന്റെ ജീവിത യാത്രയിൽ യേശുവുമായിട്ടുള്ള ബന്ധത്തിലേക്ക് കടന്നു വരുവാൻ ഇന്ന് നീ മനസ്സ് വെച്ചാൽ നിന്റെ നിരാശകൾ മാറും, നിന്റെ അസമാധാനം മാറും, നിന്റെ രോഗം മാറും, നിന്റെ ക്ഷീണം മാറും, നിന്റെ തകർന്ന കുടുംബ ജീവിതം അവൻ പണിയും. അതുകൊണ്ട് ഇന്ന് പകൽ ഞങ്ങൾ ഹല്ലേലൂയ എന്തെങ്കിലും മാറ്റി കഥകൾ പറഞ്ഞ് നിങ്ങളെ വശത്താക്കുവാൻ വേണ്ടിയോ നിങ്ങളുടെ എന്തെങ്കിലും പ്രാപിക്കുവാനോ അല്ല, മറിച്ച് നിങ്ങൾ ജീവിതയാത്രയിൽ അനുഭവിച്ചവരാണ്. നിങ്ങൾ ഒരു പക്ഷെങ്കിൽ ഞങ്ങൾ ഇവിടെ പ്രസംഗിച്ചിട്ട് കടന്നുപോയിട്ട് ഇതിൽ ജ്ഞാനവൈഭവത്തോടെ ആരെങ്കിലും ഒന്ന് പ്രസംഗിച്ചേക്കാം. ഞങ്ങൾ പറയുന്നതിനപ്പുറത്ത് ആരെങ്കിലും ഒക്കെ പറഞ്ഞേക്കാം, എഴുതിയേക്കാം. എന്നാൽ ഞങ്ങളുടെ അനുഭവത്തെ ഖണ്ഡിക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഇന്ന് ഞങ്ങളുടെ മാത്രമല്ല, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഇന്നും അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. 2000 വർഷങ്ങൾക്ക് മുമ്പ് മരിച്ചടക്കപ്പെട്ട ഈ ലോകം കൊണ്ട് അവസാനിച്ച ഒരു വ്യക്തിയല്ല ഞങ്ങൾ പ്രസംഗിക്കുന്നത്, മറിച്ച് അവൻ ഇന്നും ആത്മശരീരത്തിൽ ജീവിക്കുന്നു. അവൻ ആത്മാവിൽ നിന്നും നിന്നെ സഹായിക്കുവാൻ ജീവിക്കുന്നു. ഒരു ജീവിക്കുന്ന ദൈവത്തെയാണ് ഞങ്ങൾ പ്രസംഗിക്കുന്നത്. അവൻ ഇനിയും അതിവിദൂരമല്ലാത്ത സമയത്ത് രണ്ടാമതും മടങ്ങി വരും എന്ന് പറഞ്ഞ് ഇന്നും വരെയും ആരും ഈ ലോകം വിട്ടു പോയിട്ടില്ല. സോക്രട്ടീസ് എന്ന് പറഞ്ഞ വലിയ തത്വജ്ഞാനി താൻ പോയിസൺ കൊടുത്ത് കൊല്ലപ്പെടുമ്പോൾ, ഭരണാധികാരികൾ തനിക്ക് പോയിസൺ കൊടുത്ത് കൊല്ലപ്പെടുമ്പോൾ ശിഷ്യന്മാർ അടുത്ത് വന്നിട്ട്, ഗുരുവേ, അവിടുന്ന് മരിക്കുന്നതോ ഞങ്ങൾ ജീവിച്ചിരിക്കുന്നതോ ഏതാണ് ഉത്തമമെന്ന് ചോദിക്കുമ്പോൾ തത്വജ്ഞാനിയായ സോക്രട്ടീസ് പറഞ്ഞു, മരണത്തിനപ്പുറത്തുള്ള കാര്യങ്ങളെ കുറിച്ച് എനിക്ക് ബോധ്യം വരുത്തുവാൻ എനിക്ക് അറിയില്ല എന്ന്. എന്നാൽ യേശു നിന്നിട്ട് വിളിച്ചു പറഞ്ഞു, പുനരുത്ഥാനവും ജീവനും ഞാനാകുന്നു, എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന്. അവൻ കല്ലറ